ഹലോ, നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ പഴയ ടീഷർട്ട് പാൻറ്റ് ഒക്കെ. അത് വെച്ച് നമുക്ക് നല്ല അടിപൊളി ഒരു മോപ്പ് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. നിങ്ങൾ ഈ പുതിയ ആളുകളാണ് കാണുമെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഇതൊരു പഴയ പാൻറ്റാണ്. ഇത് നല്ലോണം കീറിയിട്ടുണ്ട്, പക്ഷെ നല്ല തുണിയാണ്. ഇത് പിന്നെ വലിഞ്ഞ് നിൽക്കാൻ പറ്റുന്ന നല്ല തുണിയായതുകൊണ്ട് കീറലും കാര്യമൊന്നുമില്ല. നല്ല അടിപൊളി തുണിയാണ്. അപ്പം അങ്ങനത്തെ നല്ല തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് നല്ല മോപ്പ് ഉണ്ടാക്കാം. ആദ്യം എല്ലായിടും ഒന്ന് വെട്ടി ലെവലാക്കി എടുക്കാം. ഇതുപോലെ പിടിച്ചാൽ തന്നെ പോന്ന് കിട്ടും. ഇത് അധിക പണിയൊന്നുമില്ല. ഒരു കത്തി വേണം. ഇനി കത്തി വെച്ചും ചെയ്യാം നമുക്ക്, വളരെ എളുപ്പമാണ്. അതിൻ്റെ അലാസ്റ്റിക്കൊക്കെ ആദ്യം ഒന്ന് വെട്ടിക്കളയാം. 2 പാൻറ്റും വേറെ എടുത്തിട്ടുണ്ട് ഞാൻ. 2 കാലും അതുപോലെ നീർച്ചെടുക്കുക. ഇത് പാൻറ്റിൻ്റെ അടിഭാഗമൊക്കെ. ഇതിൻ്റെ മോപ്പ് വെക്കാനുള്ള സാധനം ഒരു 25 രൂപ കൊടുത്താൽ വാങ്ങാൻ കിട്ടും. പിന്നെ ഈ പഴയ പാൻറ്റും ടീഷർട്ടൊക്കെ വെച്ച് നമുക്ക് ഇഷ്ടം പോലെ തുടപ്പുണ്ടാക്കാം. എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ടീഷർട്ടും പാൻറ്റും. ബനിയൻ ക്ലോത്ത് ആവണം കേട്ടോ, ഒന്നും നല്ല വൃത്തിക്ക് നിൽക്കുള്ളൂ. കോട്ടൺ ആകുമ്പോൾ ഈ മോഡലിൽ ഉണ്ടാക്കാൻ പറ്റില്ല, അത് വേറൊരു മോഡലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് ഇതേപോലെ മടക്കുക. ഒരു കാലെടുത്തിട്ട് മടക്കുക. എന്നിട്ട് 1 ഇഞ്ച് ഒരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇതുപോലെ വരച്ചെടുക്കുക. 2 സൈഡിലും അങ്ങനെ വരച്ചു കൊടുത്താൽ നമുക്ക് അളവ് തെറ്റൂല. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കണേ. പെട്ടെന്ന് വെട്ടാൻ കഴിയണോലാണെങ്കിൽ അങ്ങനെ ഒന്നും വേണമെന്നില്ല. ഇത് എന്നിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ മോപ്പ് വെക്കാനുള്ള സാധനത്തിൻ്റെ അളവൊന്നും എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് വെട്ടിയാൽ മതി. എന്നാൽ അധികം ആവില്ല. അതിൻ്റെ കറക്റ്റ് അളവിൽ എടുക്കുക. ഇപ്പം ഇതിൻ്റെ പല കളറും കടയിൽ വാങ്ങാനൊക്കെ കിട്ടും. അതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിക്ക് സന്തോഷം ഉണ്ടാവും. ഇതുപോലെ അരച്ചെടുക്കുക. 2 പാൻറ്റും 2 കാലും ഞാൻ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഒന്നാവുമ്പോൾ തിക്കായിട്ട് ഉണ്ടാവില്ല. നല്ല തിക്കായി നിന്നാലുള്ളൂ തുടക്കാൻ ഇതുണ്ടാവുക. പിന്നെ ഒരു കോട്ടൻ്റെ 2 ഇഞ്ച് പീസ് വീതിക്കുള്ളൊരു പീസ് എടുക്കുക. ഇനി കൈ കൊണ്ട് തുന്നണമെങ്കിൽ അങ്ങനെ തുന്നാം. മെഷീനിലുള്ളവരാണെങ്കിൽ മെഷീൻ കൊണ്ട്. എനിക്ക് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ മെഷീനിൽ വെച്ചിട്ടാണ് തുന്നണത്. അപ്പോൾ എളുപ്പം കഴിയുമല്ലോ. ഇതുപോലെ തുന്നിയെടുക്കുക. കണ്ടോ, അടിപൊളി മോപ്പ്. റെഡിമെയ്ഡ് വാങ്ങുന്ന അതേ രീതിക്കുള്ള മോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതുപോലെ ഉണ്ടാവും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാലുള്ളൂ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇതുപോലെ ഈ സാധനം ഞാൻ ഇവിടെ പഴയതുണ്ടായിരുന്നു, അതിന്മേൽ വെച്ചതാണ്. കണ്ടോ, വാങ്ങുന്ന അതേപോലെ അല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.